കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ത തത്ത കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാന്ഡം 4-ാം സർഗം നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചു. ഇനി യുദ്ധകാന്ഡം 5-ാം സർഗത്തിലാണ്. നമ്മൾ കണ്ടുല്ലോ, ശുകൻ എത്ര ഭംഗിയായിട്ട് ഒരു അമൃത് പോലുള്ള ഒരു ഉപദേശം രാവണന് കൊടുത്തു. അതായത് ശരിക്കും ഉപനിഷത്തിലത്തെ തത്വങ്ങളൊക്കെ, വലിയ തത്വങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഉപദേശമാണ് രാവണന് ഈ ശുകൻ എന്നുള്ള ഈ രാക്ഷസൻ കൊടുത്തത് കേട്ടോ. അതായത് ശുകൻ്റെ മുഖത്ത് നിന്ന് ഉപനിഷത്തിൻ്റെ സാരാംശമായിട്ടുള്ള ജ്ഞാനാമൃതമാണ് ഒഴുകിയത്. പക്ഷേ അത് ശ്രദ്ധിക്കാൻ ഭാഗ്യമില്ല. അപ്പം എന്താ ഉണ്ടാവണമെന്ന് നോക്കാം നമുക്ക്. ശ്രീ മഹാദേവ ഉവാച. ശിവൻ ശ്രീ പാർവതിയോട് പറയുന്നു, ശ്രുത്വാ സുഖമുഖോദ്ഗീതം വാക്യമജ്ഞാനനാശനം രാവണ ക്രോധതാമ്രാക്ഷോ ദഹന്നിവ തമബ്രവീത്. സുഖമുഖോദ്ഗീതം, ശുകൻ്റെ മുഖത്തിൽ നിന്ന് ഉത്കൃഷ്ടമായ രീതിയിൽ ഒഴുകിയതും അജ്ഞാനനാശനം, അറിവില്ലായ്മയെ മുഴുവൻ നശിപ്പിക്കുന്നതുമായ വാക്യം ശ്രുത്വ, ആ നല്ല അമൃതസമമായിട്ടുള്ള വാക്യത്തെ കേട്ടിട്ട് ക്രോധതാമ്രാക്ഷ, അതുകൊണ്ട് എന്താണ്ടായത്? ഈ രാവണന് ക്രോധം കൊണ്ട് കലങ്ങിയ കണ്ണുകളോട് കൂടിയവനായിട്ട്. താമ്രാക്ഷൻ ചെന്താ? ചുവപ്പ് കണ്ണ്. എന്തുകൊണ്ട്? ക്രോധം കൊണ്ട്. രാവണൻ ദഹന്നിവ, അതായത് ശുകനെ ദഹിപ്പിക്കുമാറ് എന്ന് തോന്നുമാറ്, ദഹിപ്പിക്കുമോ എന്ന് തോന്നുമാറ് അബ്രവീത്, ശുകനോട് പറഞ്ഞു. എന്താ അറിയോ, അതാണ് നമ്മൾ എപ്പോഴും പറയില്ലേ, ദുർജനങ്ങളോട് ചെയ്യണ ഉപദേശമൊക്കെ ചുട്ട് പൊള്ളണ പാറപ്പുറത്ത് വീണ വെള്ളത്തുള്ളി പോലെ അപ്പം തന്നെ അപ്രത്യക്ഷമാവും നമ്മൾ പറയൂലോ അല്ലേ. അല്ലെങ്കിൽ പോത്തിൻ്റെ ചെവിയിൽ വേദം മോദിയിട്ട് എന്താണെന്നൊക്കെ നമ്മൾ പറയും. അതന്നെയാണ് ഈ ഉപനിഷത്ത് സാരാംശം ഉപദേശിച്ചു കൊടുത്ത ഈ ശുകന് എന്താ കിട്ടിയത്? അജ്ഞാനം മുഴുവൻ നശിപ്പിക്കാൻ പോന്നതാണ് കേട്ടോ. അത് കേട്ടിട്ട് അത് കേൾക്കാനുള്ള അർഹത ഇല്ല രാവണന്. അർഹത ഇല്ലാത്ത ആളോടാ പറഞ്ഞ്. അപ്പോൾ രാവണൻ്റെ അജ്ഞാനത്തെ നശിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അത് അവനവൻ്റെ ആപത്തിനുള്ള ഇടയായി പോലെയാണ്. അത്യന്തം കോപാകുലനായിട്ട് ചുമന്ന കണ്ണുകളായിട്ട് രാവണൻ അപ്പം തന്നെ ശുകനെ ദഹിപ്പിക്കും തോന്നും. അതുപോലെ നോക്കിയും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ശ്ലോകം വായിച്ച രണ്ടാമത്തേക്ക് പോവാം. ശ്രീ മഹാദേവ വാച. ശ്രുത്വാ സുഖമുഖോദ്ഗീതം വാക്യമജ്ഞാനനാശനം രാവണ ക്രോധതാമ്രാക്ഷോ ദഹന്നിവ തമബ്രവീത്. രണ്ടാമത്തെ അനുജീവ്യ പറയണ രാവണൻ. സദുർബുദ്ധേ ഗുരുവത് ഭാഷസേ കഥം ശാസിതാഹം ത്രിജഗതം ത്വമ്മം ശിക്ഷന്ന ലജ്ജസേ. എന്താ പറയണ? അനുജീവ്യ, എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവനെ, സുദുർബുദ്ധേ ദുഷ്ടബുദ്ധിയോട് കൂടിയവനെ, ത്വം ഗുരുവത് കഥം ഭാഷസേ, നീയെ ഒരു വലിയ ഗുരുവിനെ പോലെയാണല്ലോ ഇപ്പം എന്നോട് സംസാരിക്കണേ. അഹം ത്രിജഗതാം ശാസിത, ഞാൻ 3 ലോകങ്ങളുടെ നാഥനാണ്. മാം ശിക്ഷൻ ത്വം, എന്നോട് ഉപദേശിക്കാൻ ന ലജ്ജസേ, നിനക്ക് ലജ്ജയില്ലേ എന്ന്. എന്താ ചെയ്യുക? ആ ഉപദേശം കൊണ്ട് നന്നാവേണ്ട ആളാണ്, പക്ഷെ അർഹിക്കണില്ല ഉപദേശം. അതൊന്നും ചെല്ലില്ല. ഭഗവാനിപ്പോൾ അന്ത്യമെടുത്തുന്നു. രാവണൻ്റെ ശ്രദ്ധിക്കാൻ തോന്നില്ലല്ലോ. ആ ദുരഹങ്കാരിയായിട്ടുള്ള ആ രാവണൻ്റെ നല്ലൊരു ചിത്രമാണിപ്പോൾ വ്യാസൻ നമുക്ക് വരച്ച് കാണിക്കണം. എന്താ അറിയോ? എന്താ ദേഷ്യം വന്നിട്ട് ശുകനോട് പറഞ്ഞു, എന്നെ ആശ്രയിച്ച് കഴിയണ ദുഷ്ടബുദ്ധിയായിട്ടുള്ള ഹേ ശുക, നീ എന്നോട് ഒരു ഗുരുവിനെ പോലെ ഉപദേശിക്കാൻ വന്നിടക്കുക.
ഈ 3 ലോകത്തിനെയും ശാസിക്കാൻ കഴിവുള്ളവനാണ്, 3 ലോകത്തിൻ്റെ നാഥനാണെന്ന് ഞാൻ. അങ്ങനെയുള്ള എന്നോട് ഇങ്ങനെ ഉപദേശിക്കാൻ നിനക്ക് നാണല്ലേ എന്നാണ് ചോദിച്ചത്. നോക്കൂ ഒരു റെസ്പോൺസ്. അനുജീവ്യ സുദുർബുദ്ധേ ഗുരുവത് ഭാഷസേ കഥം ശാസിതാഹം ത്രിജഗതാം. 3 ലോകത്തിനെയും ശാസിക്കുന്ന ആളാണ് ഞാൻ. ത്വം മാം ശിക്ഷന്ന ലജ്ജസേ. എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ നിനക്ക് ലജ്ജയില്ലേ? 3. ഇദാനീമേവ ഹന്മി ത്വാം കിന്തു പൂർവകൃതം തവ സ്മരാമി തേന രക്ഷാമി ത്വം യദ്യപി വധോചിതം. ഇദാനീം ഇവ മീൻസ് ഇപ്പം തന്നെ. ത്വം ഹന്മി ഞാൻ നിന്നെ നിഗ്രഹിക്കട്ടെ, കൊല്ലട്ടെ. കിന്തു എന്നാൽ തവ പൂർവകൃതം സ്മരാമി നിൻ്റെ പഴയ പ്രവൃത്തികളെ ഞാൻ സ്മരിക്കുന്നേൻ. തേന അതുകൊണ്ട് വധോചിതം യദ്യപി നീ വധാർഹനാണെങ്കിലും ത്വാം രക്ഷാമി നിന്നെ ഞാൻ ഇപ്പം കൊല്ലണില്ല. അതായത് ഇപ്പം നിന്നെ ഇത് പറഞ്ഞ വഴിക്ക് നിന്നെ അടിച്ച് കൊല്ലണം വേണ്ടത്. എനിക്കതറിയായിട്ടല്ല, പക്ഷേ ഞാനിതിപ്പോൾ ചെയ്യണില്ല. എന്താ കാരണം വെച്ചാൽ നീ എനിക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പം ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ നീയൊരു സേവകനായിട്ട് കുറേ കാലം എന്നെ സേവിച്ചത് കൊണ്ട് നീ വധശിക്ഷയ്ക്ക് അർഹനാണെങ്കിലും ഞാൻ തൽക്കാലം നിന്നെ കൊല്ലാൻ മുതിരണില്ല. ഇദാനീമേവ ഹന്മി ത്വാം കിന്തു പൂർവകൃതം തവ സ്മരാമി തേന രക്ഷാമി ത്വം യദ്യപി വധോചിതം. 4. ഇതോ ഗച്ഛ വിമൂഢ ത്വമേവം ശ്രോതും ന മേ ക്ഷമം മഹാപ്രസാദ ഇത്യുക്ത്വാ വേപമാനോ ഗൃഹം യയൗ. വിമൂഢ, ഹേ മൂഢ, ത്വം ഇതഃ ഗച്ഛ നീ വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോളൂ. ഏവം ശ്രോതും ഇങ്ങനെയുള്ളതിനെ കേൾക്കുന്നത് മേ ന ക്ഷമം ഞാനിത് കേൾക്കാൻ നിൻ്റെ ഈ ഉപദേശമൊന്നും കേൾക്കാൻ അർഹനല്ല. മഹാപ്രസാദ ഇതി ഉക്ത്വ മഹത്തായിട്ടുള്ളൊരു പ്രസാദം എന്ന് പറഞ്ഞിട്ട് വേപമാനം വിറയ്ക്കുന്നവനായിട്ട് ഗൃഹം യയൗ നീ ഗൃഹത്തെ പാവം. അപ്പോൾ വേഗം പോയി ശുകൻ. അതാണ് വിഡ്ഢി നീ ഇപ്പം വിടുന്ന സ്ഥലം ഒഴിച്ചോളൂ. ഈ മാതിരി വാക്യം എനിക്ക് കേൾക്കണ്ട, എനിക്ക് ചേരണതല്ല എന്ന് രാവണൻ പറഞ്ഞപ്പോൾ കൊന്നില്ലല്ലോ എന്ന് വിചാരിച്ച. അതാണ് മഹാപ്രസാദം ഇതിഭുക്ത. എന്നെ കൊല്ലാണ്ട കഴിഞ്ഞൂലോ എന്ന് എന്നെ കൊല്ലാതിരുന്നത് അനുഗ്രഹം എന്ന് പറഞ്ഞ് ദേഹം വിറച്ചിട്ട് പേടിച്ചിട്ട് ശുകൻ തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. പേടിച്ചോടി ശുകൻ. എന്തോ എന്നെ കൊല്ലാത്തത് എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പം സ്ഥലം വിടണമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചോടി ശുകൻ. അത്ഭുതമല്ലേ? എങ്ങനെയാണ് രാവണനെ വിശ്വസിക്കുക? ഇതോ ഗച്ഛ വിമൂഢത്വമേവം ശ്രോതും ന മേ ക്ഷമം മഹാപ്രസാദ ഇത്യുക്ത്വാ. അങ്ങനെ വിചാരിച്ച വേപമാനോ ഗൃഹം യയൗ വിറച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. ശുഗോപി ബ്രാഹ്മണ പൂർവം ബ്രഹ്മിഷ്ടോ ബ്രഹ്മവിത്തമഃ വാനപ്രസ്ഥവിധാനേന വനേ തിഷ്ഠൻ സ്വകർമ്മഗത്. ശുക അഭി ഈ ശുകൻ എന്നുള്ള രാക്ഷസനും പൂർവം ബ്രാഹ്മണ മുമ്പ് ബ്രാഹ്മണനായിരുന്നു. ബ്രഹ്മിഷ്ഠ ആ ബ്രഹ്മവിചാരത്തിൽ ഒരുപാട് ബ്രഹ്മത്തിനെ ആരാധിച്ച കാരണം ബ്രഹ്മവിത്തുകളിൽ അതായത് ബ്രഹ്മത്തെ അറിഞ്ഞവരിൽ ഉത്തമനുമായിരുന്നു. പണ്ട് നല്ല ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു ആര്? ശുകൻ. വാനപ്രസ്ഥ വിധാനേന ഈ വാനപ്രസ്ഥന്മാരുടെ ധർമ്മം ആചരണത്താൽ സ്വകർമ്മഗത് വനേ തിഷ്ഠൻ. എന്നിട്ട് അങ്ങനെ വാനപ്രസ്ഥത്തിൽ ഇരുന്നിട്ടുള്ള ഒരു ബ്രഹ്മജ്ഞാനിയായിരുന്നു പണ്ടാണ്. അതായത് സന്യാസം സ്വീകരിച്ചിട്ടില്ല. വാനപ്രസ്ഥത്തിൽ താമസിച്ച് ജീവിക്കണ ഒരു ബ്രഹ്മജ്ഞാനുണ്ടേനും ബ്രഹ്മജ്ഞാനിയായിരുന്നു ആര്? ശുകൻ. അതാണ് പറയണത്. ശുഗോപി ശുകൻ അങ്ങനെയായിരുന്നു. ബ്രാഹ്മണ പൂർവം ബ്രാഹ്മണനായിരുന്നു. ബ്രഹ്മിഷ്ഠോ ബ്രഹ്മവിത്തമ അറിയാം ബ്രഹ്മജ്ഞാനിയായിരുന്നു. പക്ഷെ വാനപ്രസ്ഥം ആയിട്ട് കാട്ടിൽ താമസിക്കായിരുന്നു. വാനപ്രസ്ഥ വിധാനേന വാനപ്രസ്ഥാശ്രമത്തിൽ വനേ തിഷ്ഠൻ വനത്തിൽ താമസിച്ച് സ്വകർമ്മങ്ങൾ സ്വന്തം കർമ്മം അനുഷ്ഠിച്ച്
ഇരിക്കുകയായിരുന്നു. അതായത് രാക്ഷസവർഗത്തിലാണെങ്കിലും ശുഗന് ഈ ജ്ഞാനം എങ്ങനെ ഉണ്ടായിയെന്ന് പറയാനാണ് ഇപ്പോൾ പറയണത്. ശുഗൻ പൂർവജന്മത്തിലെ ബ്രാഹ്മണനാണ്, ബ്രഹ്മജ്ഞാനിയായിരുന്നു, ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ച ആളായിരുന്നു. അപ്പോൾ വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഇങ്ങനെ കാട്ടിൽ വസിക്കുകയായിരുന്നു. എങ്ങനെയാണ് രാക്ഷസനായതെന്ന് പറയാം. അപ്പോൾ ദേവാനാമഭിവൃദ്ധ്യർത്ഥം വിനാശായ സുരദ്വിഷാം ചകാര യജ്ഞവിതതമിവച്ഛിന്നാം വിതതിമവിച്ഛിന്നാം മഹാമതിഹി. ചകാര യജ്ഞവിതതിമവിച്ഛിന്നാം മഹാമതി. അതായത് ദേവാനാം അഭിവൃദ്ധ്യർത്ഥം, ദേവന്മാരുടെ നന്മയ്ക്കായിക്കൊണ്ട്, സുരദ്വിഷാം വിനാശായ, ദേവന്മാരുടെ ശത്രുക്കളുടെ നാശത്തിനായിക്കൊണ്ട്, മഹാമതിഹി ശുക, ബുദ്ധിമാനായ ശുകൻ, അവിച്ഛിന്നം യജ്ഞവിതതിം ചകാര, അതായത് ഇൻട്രപ്ഷൻ ഇല്ലാതെ നിർത്താതെ അനവധി യാഗങ്ങൾ നടത്തിയെന്ന്. അതായത് പണ്ട് ബ്രഹ്മജ്ഞാനിയായിട്ട് വാനപ്രസ്ഥത്തിലിരിക്കുന്ന കാലത്ത് ഈ മഹാബുദ്ധിമാനായിട്ടുള്ള ശുകൻ ദേവന്മാർക്ക് നന്മ വരാനായിട്ടും ദേവശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഒരു യാഗം കഴിഞ്ഞാൽ ഒരു യാഗം, ഒരു യാഗം കഴിഞ്ഞാൽ ഒരു യാഗം, അങ്ങനെ അനേക യാഗം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്താതെന്ന് മനസ്സിലാക്കേണ്ട വെച്ചാൽ, ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയിട്ടും സകാമായിട്ട് പിന്നെയും ബ്രഹ്മജ്ഞാനിയൊക്കെ ആയിട്ട് പോലും ഇങ്ങനെ യജ്ഞാദി കർമ്മങ്ങളിൽ ഒക്കെ ഏർപ്പെടുക. മാത്രമല്ല അപ്പോഴും ദേവന്മാരെ അസുരന്മാരെ എന്നുള്ള ഭേദഭാവന ഉണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ടും. അപ്പോൾ ജ്ഞാനം പൂർണ്ണമായിട്ടില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെ സകാമായിട്ട് അല്ലെങ്കിൽ ദേവന്മാരെ സഹായിക്കുക, അസുരന്മാരെ കൊല്ലാൻ സഹായിക്കുക, അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി യാഗമൊക്കെ ചെയ്തില്ലേ. എന്നാൽ ഇദ്ദേഹത്തിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ദേവന്മാരെ സഹായിക്കാനും അസുരന്മാരെ തോൽപ്പിക്കാനുമായിട്ട് യാഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ബ്രഹ്മജ്ഞാനി ആണെങ്കിലും. അപ്പോൾ അതായത് ചിലരുടെയൊക്കെ വളർച്ച വേണമെന്ന്, ശത്രുക്കൾക്ക് നാശം വേണമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ടല്ലേ ചെയ്തത്. അങ്ങനെ ഈ വേദ കർമ്മങ്ങളെ ഒക്കെ നടത്തണത് ആ നടത്തുന്ന ആൾക്ക് നന്നല്ല. ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയതിന് ശേഷം ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. ശുഗൻ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ബ്രഹ്മജ്ഞാനി ആയിട്ടും കുറച്ച് അജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ദേവന്മാരെ സഹായിക്കുകയും അസുരന്മാരെ തോൽപ്പിക്കാനുമൊക്കെ യാഗങ്ങൾ ചെയ്തു. അങ്ങനെ ലോകമര്യാദ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമല്ലാതെ സകാമായിട്ട്, അതായത് ഫലം കാക്ഷിച്ചുകൊണ്ട് നമ്മളെങ്ങനെ ചെയ്യണത് എന്നാൽ അവർക്ക് തന്നെ നാശം വരും. അങ്ങനെയാണ് രാക്ഷസനായി തീർന്നതെന്ന് നമുക്ക് ഈ കഥ കൊണ്ട് മനസ്സിലാക്കാം കേട്ടോ. ഏതായാലും അതിലേക്ക് വരികയാണ് നമ്മൾ കേട്ടോ. അതായത് ഇത്രയും ബ്രഹ്മജ്ഞാനിയാണെങ്കിലും തന്നെ ഈ ഭേദഭാവന എന്താ ഉണ്ടാവാൻ കാരണം അല്ലേ? അതാണ് ദേവാനാമഭിവൃദ്ധ്യർത്ഥം വിനാശായ സുരദ്വിഷം ചകാര യജ്ഞവിതതിമവിച്ഛിന്നം മഹാമതിഹി. ഇനി 7-8 രാക്ഷസാനാം വിരോധോ ഭൂച്ഛുകോ ദേവഹിതോദ്യതഃ വജ്രദംഷ്ട ഇതി ഖ്യാതസ്തത്രൈകോ രാക്ഷസോ മഹാൻ അന്തരം പ്രേപ്സുരാതിഷ്ഠ ഛുകാപകരണോദ്യതാം കഥാചിതാഗതോ ഗസ്ത്യസ്തസ്യാശ്രമപദം മുനേഹേ. ഇനി എന്താ ഉണ്ടായ പറയണേ. ശുകൻ ദേവഹിതോദ്യത, ദേവന്മാരുടെ ഹിതം നടത്താനായിട്ട് രാക്ഷസാനാം വിരോധ അഭൂത്, രാക്ഷസന്മാരുടെ ശത്രുവായി. കാരണം ദേവന്മാർക്ക് നല്ലത് വരാൻ വേണ്ടി ശത്രുക്കളെയൊക്കെ ഉപദ്രവിക്കാനാണല്ലോ. അങ്ങനത്തെ ഉദ്ദേശത്തോടുകൂടി യാഗം ചെയ്തപ്പോൾ എന്തായി? ദേവന്മാരുടെ ഫ്രണ്ട്സായി. അതേസമയം രാക്ഷസന്മാർക്ക് ദേഷ്യമായി ശുകനോട്. ശുകൻ രാക്ഷസാവണതിന് മുമ്പേണ് അതൊക്കെ കേട്ടോ, ബ്രാഹ്മണനായിപ്പോൾ. തത്ര അവരിൽ വജ്രതംഷ്ട ഇതി ഖ്യാത, വജ്രതംഷ്ടൻ എന്ന പേരുള്ള ഏക മഹാൻ രാക്ഷസ, ഒരു വലിയ രാക്ഷസൻ, ശുകാപകരണോദ്യത, ശുകൻ ദോഷം വരുത്താൻ, അതായത് രാക്ഷസന്മാർക്ക് ദോഷം വരുത്താനായിട്ട് യാഗങ്ങൾ ചെയ്യണത് കണ്ടിട്ട് അന്തരം പ്രേപ്സു, അവസരം ലഭിക്കാൻ ഉറ്റുനോക്കിയിട്ട് ആദിഷ്ടസ്ഥി ചെയ്തു. അതായത് ഇനി എപ്പോഴാണ്
രാക്ഷസന്മാർക്കെതിരായിട്ട് ചെയ്യണ ശുകൻ എന്നിങ്ങനെ നോക്കി നിന്നു ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു രാക്ഷസൻ. അവൻ്റെ പേര് വജ്രദംഷ്ടൻ എന്നാണ്. അതായത് ദേവന്മാർക്ക് അനുകൂലമായിട്ടും രാക്ഷസന്മാർക്കും ശത്രുക്കൾക്കും വിപരീതമായിട്ടുമാണല്ലോ എല്ലാം ചെയ്തിരുന്ന ശുകൻ. അപ്പോൾ ഒരു പ്രാവശ്യം വജ്രദംഷ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു രാക്ഷസൻ എപ്പോഴാണ് ശുകൻ ഇവർക്കെതിരായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ പുറപ്പെടണ അല്ലെങ്കിൽ ഭാവിക്കണമെന്ന് ഉറ്റുനോക്കിയിരുന്നു. കഥാചിത് ഒരു നാൾ തസ്യ മുനി, ആ മുനിയുടെ ആശ്രമപദം, ആശ്രമത്തെ അഗസ്ത്യനാഗമിച്ചു. അതായത് ദേവന്മാർക്ക് നല്ലത് വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ശുകൻ എന്ന് മനസ്സിലായപ്പോൾ രാക്ഷസന്മാർക്ക് ശുകനോട് ദേഷ്യമായി. ആ രാക്ഷസന്മാരിൽ ഒരാളായിട്ടുള്ള വജ്രദംഷ്ടൻ എന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു രാക്ഷസൻ ശുകന് ദോഷം ചെയ്യുവാൻ, അതായത് ശുകനെ എങ്ങനെയാണ് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ശുകൻ്റെ ഈ ശക്തി എങ്ങനെ ഇല്ലാതാക്കാൻ എന്നാണ് ഈ വജ്രദംഷ്ടൻ്റെ നോട്ടം. അപ്പം ശുകൻ അതിനിങ്ങനെ ഒരുങ്ങണ സമയത്ത് ഇയാളൊരു അവസരം കാത്ത് നിൽക്കുകയാണ് ശുകന് ദോഷം ചെയ്യാൻ. അക്കാലത്ത് ഒരു ദിവസം അഗസ്ത്യ മഹർഷി ഈ ശുകമുനിയുടെ ആശ്രമത്തിൽ വന്നു. ഇങ്ങനെ ഈ വജ്രദംഷ്ടൻ തക്കം പാർത്തിരിക്കുകയാണ് ആരെ, ശുകനെ ഉപദ്രവിക്കാൻ. അങ്ങനെ അതായത് ഒരു അവസരം വേണമല്ലോ ശുകനെ ഉപദ്രവിക്കാൻ, അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുകയാണ് വജ്രദംഷ്ടൻ. ആ സമയത്ത് അഗസ്ത്യമുനി ശുകൻ്റെ ആശ്രമത്തിൽ വന്നു. രാക്ഷസാനാം വിരോധോ ഭൂച്ഛുഗോ ദേവഹിതോദ്യതഃ വജ്രദംഷ്ട ഇതി ഖ്യാതസ്തത്രൈകോ രാക്ഷസോ മഹാൻ അന്തരം പ്രേപ്സുരാധിഷ്ഠുകാപകരണോദ്യതഃ കഥാചിദാഗതോഗസ്ത്യ തസ്യാശ്രമപദം മുനേ. ഇനി 3 ശ്ലോകം ഒന്നിച്ചാട്ടോ. തേന സംപൂജിതോഗസ്ത്യോ ഭോജനാർത്ഥം നിമന്ത്രിതഃ. അത് എന്തറിയോ നോക്കാം. ഗതേ സ്നാതും മുനൗ കുംഭസംഭവേ പ്രാപ്യ ചാന്തരം. അപ്പോൾ എന്താണ് ഉണ്ടായത്? തേന സംപൂജിത അഗസ്ത്യ, അതായത് ശുകൻ അഗസ്ത്യനെ പൂജിച്ചതിന് ശേഷം അഗസ്ത്യൻ ഭോജനാർത്ഥം നിമന്ത്രിത, അഗസ്ത്യനോട് ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. കുംഭസംഭവോ മനോ സ്നാതും ഗതി. അപ്പോൾ കുംഭസംഭവനായിട്ടുള്ള, അതായത് കുംഭത്തു നിന്നുണ്ടായ ആളാണ് അഗസ്ത്യൻ കുളിക്കാൻ പോയി. സ്നാതും ഗത, അതാണ് ഇപ്പോൾ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. എന്തറിയോ, ശുകമുനി അഗസ്ത്യമുനിയെ ആശ്രമത്തിൽ വന്നു പറഞ്ഞില്ലേ. അപ്പം അന്ന് ശുകമുനിയാണ് കേട്ടോ, ശുകൻ രാക്ഷസനായിട്ടില്ല അതിന് മുമ്പത്തെ. ശുകമുനി അഗസ്ത്യമുനിയെ വേണ്ട പോലെ അതിഥി സൽക്കാരമൊക്കെ ചെയ്ത് വിധി പോലെ പൂജിച്ചു. എന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിച്ചു. അപ്പോൾ ഭക്ഷണത്തിന് മുമ്പ് കുളിക്കണം എന്ന് വിചാരിച്ചിട്ട് അഗസ്ത്യൻ കുളിക്കാൻ പോയി. അതാണ് ഫസ്റ്റ്. തേന സംപൂജിതോഗസ്ത്യോ ഭോജനാർത്ഥം നിമന്ത്രിതഃ ഗതേ സ്നാതും, കുളിക്കാനേ, മുനൗ കുംഭസംഭവേ. മുനൗ കുംഭസംഭവൻ എന്ന് പറഞ്ഞാൽ അഗസ്ത്യൻ്റെ വേറൊരു പേരാണ്. കുംഭത്തുനിന്നുണ്ടായതാ, കുടത്തുനിന്നേ. പ്രാപ്യ ചാന്തരം, അങ്ങനെ കുളിക്കാൻ പോയി. അഗസ്ത്യരൂപധൃക്സോപി രാക്ഷസശുകമബ്രവീത് യദിയാസ്യസി മേ ബ്രഹ്മൻ ഭോജനം ദേഹി സാമിഷം. അപ്പോൾ സ രാക്ഷസ അഭി അന്തരം പ്രാപ്യ. അപ്പം ഈ വജ്രദംശം എന്നുള്ള രാക്ഷസൻ തക്ക നോക്കി നിൽക്കുക പറഞ്ഞില്ലേ, ആ രാക്ഷസന് ഒരവസരം കിട്ടിയിട്ട് അഗസ്ത്യരൂപധൃഗ്, അഗസ്ത്യൻ്റെ രൂപം ധരിച്ചിട്ട്. രാക്ഷസന്മാർക്ക് മായാവിത്തുണ്ട്, എന്ത് രൂപം വേണമെങ്കിൽ ധരിക്കാം. പൂതനയൊക്കെ കണ്ടില്ലേ, നമ്മൾ കണ്ടുല്ലോ അത്. അപ്പോൾ അഗസ്ത്യൻ്റെ രൂപം ധരിച്ചിട്ട് ഈ വജ്രദംഷ്ടനെ ശുകം അബ്രവീത്, ശുകനോട് പറഞ്ഞു. ശുകൻ ശരിക്കും വിചാരിച്ചു അഗസ്ത്യനാണ്, അഗസ്ത്യൻ്റെ വേഷം കെട്ടി വന്നിട്ട്. എന്നിട്ട് പറഞ്ഞു ശുകമുനിയോട് പറഞ്ഞു, ബ്രഹ്മൻ മേ ഭോജനം ദാസ്യസി, ബ്രാഹ്മണ എനിക്ക് അന്നദാനം തന്നാൽ സാമിഷം ദേഹി, എനിക്ക് മാംസമുള്ള ഭക്ഷണം വേണമെന്ന് പറയും. ദേഹി സാമിഷം, സാമിഷം മാംസമാണ്, മാംസത്തോടു കൂടി, സാമിഷം മാംസത്തോടു കൂടിയിട്ടുള്ള ഭക്ഷണം എനിക്ക് വേണമെന്ന് പറയുകയാണ്. അതാണ് അഗസ്ത്യ. അപ്പം എന്താ അറിയോ, ഈ അഗസ്ത്യൻ കുളിക്കാൻ പോയ തക്കം നോക്കി ഈ വജ്രദംശം എന്നുള്ള രാക്ഷസൻ ഇതൊരു നല്ല അവസരമാണ് എന്ന് കരുതി അഗസ്ത്യൻ്റെ രൂപം ധരിച്ച് ശുകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു,
ഭക്ഷണം എനിക്ക് തരാമെന്ന് പറഞ്ഞില്ലേ, എന്നാൽ എനിക്ക് ആ ഭക്ഷണം മാംസത്തോടു കൂടിയിട്ടുള്ള ഭക്ഷണം വേണം, മാംസഭക്ഷണം വേണം എന്ന് പറഞ്ഞു. അഗസ്ത്യരൂപധൃക്സോപി രാക്ഷസം ശുകമബ്രവീത് യതി ദാസ്യസി മേ ബ്രഹ്മൻ ഭോജനം ദേഹി സാമിഷം. മാംസം കൂടിയുള്ള ഭക്ഷണം വേണം പറഞ്ഞു. ബഹുകാലം ന ഭുക്തം മേ മാംസം ഛാഗംഗസംഭവം തഥേതി കാരയാമാംസ മാംസഭോജ്യം സവിസ്തരം. സൂത്രാണേ, എന്താ അറിയോ, ഛാഗംഗസംഭവം മാംസം ബഹുകാലം ന ഭുക്തം. ആട്ടുമാംസം ഞാൻ കുറേ കാലമായിട്ട് കഴിച്ചിട്ടില്ല. ഛങ്കാംഗ സംഭവം വെച്ചാൽ ഇവിടെ ആടിൻ്റെ അവയവങ്ങളെ ആടിൻ്റെ അവയവങ്ങൾ കുക്ക് ചെയ്തിട്ട് ആ മാംസം ഞാൻ ബഹുകാലം എന്ന ഭുക്തം, ഞാൻ കാലമായിട്ട് കഴിച്ചിട്ടില്ല, അനവധി കാലമായിട്ട്. തഥാ ഇതി, അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് സവിസ്തരം മാംസഭോജ്യം കാരയാമാസ, വിസ്തരിച്ച് മാംസം കൊണ്ട് ശുകമുനി ഉണ്ടാക്കിയ ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കിച്ചു ഭക്ഷണം. അറിയില്ലല്ലോ ഇതിപ്പോൾ അഗസ്ത്യനല്ലാന്നേ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇത് നല്ലൊരു അവസരമാണെന്ന് കരുതി പറഞ്ഞിട്ട് എനിക്ക് മാംസം തരണം പറഞ്ഞില്ലേ. എന്നിട്ട് ആട്ടിൻ മാംസം എനിക്ക് ഭക്ഷിക്കാൻ തോന്നുന്നുണ്ട്, കുറേ കാലമായി എന്ന് പറഞ്ഞ് അങ്ങനെ ആവാമെന്ന് പറഞ്ഞ ശുകൻ അനേക വിഭവങ്ങളും മാംസവും ഒക്കെ ഭക്ഷണത്തിന് റെഡിയാക്കി. എന്നിട്ടോ അപ്പോൾ ബഹുകാലം ന ഭുക്തം മേ മാംസം ഛാഗംഗസംഭവം തഥേതി കാരയാമാസ മാംസഭോജ്യം സവിസ്തരം. ഇനി ഉപവിഷ്ടേ മുനൗ ഭോക്തും, ഒക്കെ ഭക്ഷണത്തിന് ഒരുക്കിയിട്ടോ. ഉപവിഷ്ടേ മുനൗ ഭോക്തും രാക്ഷസോദീവ സുന്ദരം ശുഖഭാര്യാവപുർധൃത്വാ താം ചാന്തർമോഹയൻ ഖല. മുനൗ ഭോക്തും ഉപവിഷ്ടേ, മുനി ഭുജിപ്പാനിരുന്നപ്പോൾ രാക്ഷസൻ അതീവ സുന്ദരം ശുഖഭാര്യ വപുധൃത്വ, ആ ശുഖഭാര്യയുടെ രൂപം ധരിച്ചിട്ട് ശുഖൻ്റെ ഭാര്യയായിട്ട് വേഷം കെട്ടിയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അഗസ്ത്യമുനി മടങ്ങി വന്നു. അപ്പോൾ ശുഖൻ്റെ അപ്പോഴേക്കും വേഷം മാറി. ഇതുവരെ അഗസ്ത്യനായിട്ടല്ലേ, ശരിക്കുള്ള അഗസ്ത്യമുനി വന്നപ്പോൾ വേഗം വജ്രതമഷ്ടൻ ശുഖൻ്റെ ഭാര്യയുടെ വേഷം കെട്ടി, ശുഖമുനിയുടെ. ശുഖഭാര്യ വപുധൃത്വ, എന്നിട്ട് ഭാര്യയുടെ രൂപം ധരിച്ചിട്ട് താം ച അന്തർമോഹ യൻ ഖലു, അവളെ മോഹിപ്പിച്ചു, അവളെയും ആകർഷിച്ചു. അതാണ് പറഞ്ഞതിൽ. അതായത് അഗസ്ത്യമുനി, ശരിക്കുള്ള അഗസ്ത്യമുനി ഭക്ഷണത്തിനായിട്ട് വന്നിരുന്നു കുളി കഴിഞ്ഞിട്ട്. അപ്പം രാക്ഷസൻ സുന്ദരിയായിട്ടുള്ള ശുഖപത്നിയുടെ വേഷം ധരിച്ച് അവിടെ ശരിക്കുള്ള അഗസ്ത്യമുനിയുടെ മുന്നിൽ വന്ന് നിന്നു. എന്നിട്ട് ശുഖഭാര്യയുടെ ഉള്ളിൽ മായ കൊണ്ട് പ്രവേശിച്ച് അവളെ ബോധം കെടുത്തി. അങ്ങനെയാണ്. ഇനി കേൾക്കാം. അതായത് അവളെ മായ കൊണ്ട് പ്രവേശിച്ച് ബോധം കെടുത്തിട്ട് അവളുടെ രൂപം ധരിച്ചിട്ട് ഈ പിന്നെ എന്താണ് ശുഖമുനി അഗസ്ത്യൻ ഭക്ഷണം കഴിക്കാനിരുന്നില്ലേ, അവിടെ വന്ന് നിന്നു. നരമാംസം ദദൗ തസ്മേ സുപക്വം ബഹുവിസ്തരം ദത്വൈവാന്തർദധേ രക്ഷസ്തതോ ദൃഷ്ട്വാ ചുകോപസ. അപ്പോഴോ എന്നിട്ട് തസ്മൈ അവനായിക്കൊണ്ട് ബഹുവിസ്തരം സുപക്വം നരമാംസം ദദൗ, എന്നിട്ട് പലതരത്തിൽ നല്ല വൃത്തിയായി പാകം ചെയ്ത മനുഷ്യമാംസത്തെ കൊടുത്തു. ദത്വ ഏവ രക്ഷ അന്ധതേ, എന്നിട്ട് അപ്പം തന്നെ ഈ രാക്ഷസൻ അപ്രത്യക്ഷമായി. നരമാംസം ദദൗ തസ്മൈ, അതായത് ആട്ടുമാംസം കൂടിയല്ല, നരമാംസം അങ്ങോട്ട് കൊടുത്തു ഈ ശരിക്കുള്ള അഗസ്ത്യമുനിക്ക്. സുചക്വം, നല്ല വിസ്തരിച്ചുണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ടോ ദത്വൈ, അത് കൊടുത്ത ഉടനെ അന്തർദധേച്ചാലോ ഡിസപ്പിയർ ചെയ്തു രക്ഷ, ഈ രാക്ഷസൻ. ദൃഷ്ട്വാ ചുകോപസ, പിന്നെ എങ്ങനെയാ അത് കണ്ടിട്ട് അഗസ്ത്യൻ കോപിച്ചു. അപ്പം ഞാൻ ഇതുവരെ പറയാം, നമുക്ക് നിർത്തണം ഇവിടെ.
ഇതുവരെ പറയാം. അഗസ്ത്യമുനി ഭക്ഷണത്തിന് വന്നിരുന്നു. രാക്ഷസൻ സുന്ദരിയായിട്ടുള്ള ശുഗൻ്റെ ഭാര്യയുടെ വേഷം ധരിച്ച് അവിടെ നിന്നു. എന്നിട്ട് ശുഗഭാര്യയുടെ ഉള്ളിൽ മായ കൊണ്ട് പ്രവേശിച്ച് അവളെ ബോധം കെടുത്തി. എന്നിട്ട് അവിടെ നീക്കാൻ പറ്റാത്ത വിധത്തിൽ കിടത്തി അവളെ, അല്ലെങ്കിൽ അവൾ വരൂല പുറത്തേക്ക്. അപ്പോൾ അവളെ കിടത്തി അങ്ങനെ അവളെ ദേഹത്തിന്. എന്നിട്ട് വളരെ വിസ്തരിച്ച് പാകം ചെയ്ത് കൊണ്ടുവന്ന അവനോ തന്നെ കൊണ്ടുവന്നത് ആ മനുഷ്യമാംസം, അതായത് ആടിൻ്റെ ഒന്നുമല്ല, അവനോ തന്നെ കുക്ക് ചെയ്തു മനുഷ്യമാംസം. എപ്പോഴും കൊല്ലും രാക്ഷസന്മാരല്ലേ, എവിടെ മനുഷ്യരെ കണ്ടാലും കൊല്ലും. അങ്ങനെ കൊന്ന മനുഷ്യമാംസം വിസ്തരിച്ച് കുക്ക് ചെയ്തിട്ട് പാകം ചെയ്തിട്ട് ഈ ശരിക്കുള്ള ഈ അഗസ്ത്യമുനിക്കാണ് വിളമ്പിക്കൊടുത്ത ഉടനെ ആ ദുഷ്ടനായിട്ടുള്ള രാക്ഷസൻ. അപ്പോൾ ശുഗമുനിയുടെ ഭാര്യയാണ് വിളമ്പിക്കൊടുക്കണമെന്നാണ് തോന്നുക. കാരണം ശുഗമുനിയുടെ ഭാര്യയുടെ വേഷം കെട്ടിന്നുപോയി. പക്ഷെ വിളമ്പിക്കൊടുത്തത് നരമാംസ. അത് വിളമ്പിക്കൊടുത്തിട്ട് ഈ രാക്ഷസൻ ഉടനെ അപ്രത്യക്ഷമായി. അപ്പോൾ ഈ അശുദ്ധമായിട്ടുള്ള നരമാംസം വിളമ്പിയത് കണ്ടിട്ട് അഗസ്ത്യമുനി കോപിച്ചു. ആരോടാ കോപിച്ചത്? അപ്പോഴേക്കും ഇവള് പോയി. ഭാര്യ അവിടെ ബോധം കെട്ടി കിടക്കുക, പറയാനും പറ്റില്ല ഭാര്യയ്ക്ക്. അത് അറിഞ്ഞപ്പോൾ ഭാര്യയാണ് വിളമ്പിക്കൊടുത്തതെന്നാണ് വിചാരിച്ചത് ശരിക്കും ശുഗൻ്റെ ഭാര്യ. ആ അഗസ്ത്യമുനി അങ്ങോട്ട് കോപിച്ചു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താട്ടോ. അതായത് നരമാംസം ദദൗ തസ്മൈ സുപക്വം ബഹുവിസ്തരം ദദൈവാന്തർദധേ രാക്ഷസസ്തതോ ദൃഷ്ട്വാ ചുകോപസഹ. അവിടെ നിർത്താം. 13ാമത്തെ കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.